വൈകുന്നേരം വരുന്ന ചായ കുടിക്കാൻ ചാർജാ ഓടിച്ച് ഹായ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ ട്രാവൽ വ്ളോഗ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് മൺട്രോത്തുരുത്താണ്. പിന്നെ ഈ പകുതി എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ മൺട്രോത്തുരുത്ത് എന്നുള്ള ലക്ഷ്യം മാറി തെന്മലയായി. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. കൂടാതെ വഴിയെ കുറേ ട്വിസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതോടെ നിങ്ങളൊന്ന് കണ്ടു. അപ്പോൾ വിശപ്പിൻ്റെ വിളി തുടങ്ങി. ഇനിയൊരു റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഈ നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തു. ഈ ബിരിയാണി കഴിക്കുന്നതിലും നല്ലതൊന്നും കഴിക്കാതിരിക്കുന്നതായിരുന്നു. കാരണം ഇത്രയും മോശം ഒരു ബിരിയാണി ഞാൻ ഈ അടുത്തിടയ്ക്കൊന്നും കഴിച്ചിട്ടില്ല. ഈ ഒരു ഹോട്ടലിൽ നിന്നാണ് ഞങ്ങൾ ബിരിയാണി വാങ്ങിയത്. 250 രൂപയായിരുന്നു 2 ബിരിയാണിക്കായിട്ടുണ്ടായിരുന്നത്. 2 പേരും കഴിച്ചില്ല, കൊണ്ട് കളഞ്ഞു. നമ്മളിതാ നമ്മുടെ യാത്ര തുടരുകയാണ്. ഫുഡ് അത്ര പോരായിരുന്നു, കുഴപ്പമില്ല, ഇനി അടുത്തതിൽ പിടിക്കാം. ആ കാർമേഘം കണ്ടോ? ഇടയ്ക്ക് മഴയൊന്ന് പെയ്തു. ഞങ്ങൾ കയറി നിന്ന് ഈ റോഡൊക്കെ കണ്ടോ, നനഞ്ഞ് കിടക്കുക. പിന്നെ ഞങ്ങൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചു. എൻ്റെ ആകാശം നോക്കിയാൽ അറിയാം അടുത്ത ട്രിപ്പ് മഴ തുടങ്ങാനുള്ള സാധ്യതകൾ വളരെയധികമാണ്. ഞങ്ങളിത് ഈ വഴികളുമൊക്കെ ആസ്വദിച്ചിങ്ങനെ പോവാണ്. റോഡിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. ഇത് പുനലൂർ റോഡാണ്. ഒരു ഗട്ടറാവട്ടെ ഒന്നും നമുക്ക് കാണാനേ ഇല്ല. നല്ല ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള റോഡുകളാണ്. അതെടുത്ത് പറയണമെന്ന് തോന്നി. കുറച്ച് കഴിയുമ്പോൾ ആനയൊക്കെ ഇറങ്ങുമോ? അതെന്താണെന്നറിയാമോ? നമ്മൾ നേരത്തെ പോവാത്ത സ്ഥലമല്ലേ. അപ്പോൾ ഇവിടെ ആനയുണ്ടോ വല്ലതൊക്കെ ഇറങ്ങി വരുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ടായിരുന്നു. മാത്രമല്ല നമ്മൾ ഇറങ്ങിയപ്പോൾ ഓൾറെഡി നല്ല ലേറ്റും ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടുള്ളൊരു ടെൻഷൻ്റെ പുറത്ത് ഞാൻ ചോദിച്ചതാണ്. അങ്ങനെ നമ്മൾ തെന്മല എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ കാര്യമായിട്ടൊന്നും കാണാനില്ല. അപ്പോൾ പുള്ളി എന്നോട് ചോദിക്കും, ഇവിടെ എന്ത് പോയിരിക്കുന്നത്, ഇനി എന്ത് കാണാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നേന്ന് ചോദിക്കുക. ഓക്കെ, ദൂരെ ഒരു കുന്നൊക്കെ ഉണ്ട്, പക്ഷേ കാര്യമായിട്ടൊന്നും കാണാനില്ല. പാലരുവി വാട്ടർഫോൾസ് ഒക്കെ ഉണ്ടെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നതാണ്. പക്ഷെ ഞങ്ങൾ എന്നപ്പോഴത്തേക്കും അവിടെ ക്ലോസ് ചെയ്തായിരുന്നു. അപ്പോൾ ആകെ പുള്ളിയും ഞാനും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുവാണ്. പിന്നെ അങ്ങ് വെറുതെ അങ്ങ് ഓടിക്കാമെന്ന് വിചാരിച്ചു വണ്ടി. നമ്മൾ ഓടിച്ചോടിച്ച് എങ്ങോട്ടോ പോയി. ഇതെവിടെയാണെന്നൊരു ഐഡിയ ഇല്ല. ഈ സ്ഥലക്കാരാകുമ്പോൾ നിങ്ങൾക്കിത് കാണുമ്പം എന്താ പറയുക, ഇതൊന്നും തോന്നിക്കത്തില്ല. പക്ഷെ നമ്മൾ ഈ സമയമില്ലാത്ത സമയത്ത് ഇറങ്ങിയിട്ട് ഈ ഒരു സ്ഥലമൊക്കെ കാണുമ്പം വല്ലാത്തൊരു ടെൻഷൻ. മനസ്സിൽ ഈ ഒരു ബീജിയമാണ് തന്നെ പ്ലേ ആവുന്നത്. ഞങ്ങൾ ഓടിച്ചോടിച്ച് എങ്ങോട്ടൊക്കെയോ എത്തിയിട്ടുണ്ട്. എവിടെയാണെന്നൊരു ഐഡിയ ഇല്ല. എനിക്ക് റോങ് ടേൺ സിനിമയൊക്കെയാണ് മനസ്സിൽ ഓർമ്മ വരുന്നത്. സത്യമായിട്ട് ഈ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്ന ഇതേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് എൻ്റെ തലമണ്ടയിലൂടെയും പ്ലേ ആകുന്നത്. തെന്മല എത്തിയപ്പോൾ ഒന്നും കാണാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഓഫ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഓടിച്ചോടിച്ച് വന്നപ്പം നിങ്ങൾ വിശ്വസിക്കുമെന്നറിയത്തില്ല, അതാ ഈ ഒരു ബോർഡാണ് പിന്നെ കണ്ടത്. ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോലീസ് നിന്നിട്ട് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, കേരള പോലീസ്. അപ്പോഴാണ് മനസ്സിലായത് അത് ചെക്ക് പോസ്റ്റ് ആയിരുന്നു എന്നുള്ള കാര്യം. അങ്ങനെ ഞങ്ങൾ നോക്കുമായിരുന്നു ഇത് ഏത് സ്ഥലത്താണ് നമ്മൾ തമിഴ്നാടിൻ്റെ എവിടെ എത്തിയെന്നുള്ള കാര്യം.
നമ്മൾ ട്രെയിനിലാണ് ഇതിന് മുന്നേ തമിഴ്നാട്ടിലൊക്കെ പോയിട്ടുള്ളത്. ഇങ്ങനൊരു 2 വീലറിൽ ഇവിടം വരെ നമ്മൾ ഓടിച്ചെത്തുമെന്ന് വിചാരിച്ചിട്ടില്ല. കാരണം നമുക്കൊരു ക്ഷീണം പോലും തോന്നിച്ചിട്ടുണ്ടായിരുന്നില്ല. കേരളം കഴിഞ്ഞ് തമിഴ്നാട്ടിലോട്ട് കയറിയപ്പം സത്യം പറയാമല്ലോ നല്ലൊരു ചേഞ്ചായിരുന്നു. ഒരു മഴവില്ലൊക്കെ ഉണ്ടായിരുന്നു. എന്തോ തമിഴ്നാട് നമ്മളെ വെൽക്കം ചെയ്യുന്ന കണക്കൊരു ഫീലായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ആക്ച്വലി സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തെന്മല കഴിഞ്ഞ് നേരെ ആര്യങ്കാവാണ് ചെന്നത്. ആര്യങ്കാവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലം തമിഴ്നാട് ബോർഡറാണ്. അത് കഴിഞ്ഞ് നേരെ നമ്മളെത്തിയത് ചെങ്കോട്ടയാണ്. ചെങ്കോട്ടയെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളവും തമിഴ്നാടുമായിട്ടുള്ള ഒരു ബോർഡർ ഉള്ള സ്ഥലമാണ്. അതുവഴി നമ്മൾ നേരെ എത്തിയത് തെങ്കാശിയിലാണ്. അതാണ് ഇത്രയും നേരമായിട്ട് സംഭവിച്ചത്. കേരളത്തിലാണെങ്കിൽ ഒടുക്കലത്തെ മഴ, ഇവിടെ ആണെങ്കിൽ ഒന്നും പറയണ്ട, എന്ത് കാറ്റാണെന്നറിയാമോ. വേറെ തന്നെ ഒരു എന്താ പറയുക, വേറൊരു സ്വർഗത്തിലൊക്കെ എത്തിയൊരു ഫീലായിരുന്നു ആ ഒരു ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് തമിഴ്നാട്ടിലോട്ട് കയറിയപ്പോൾ. നമ്മൾ നേരത്തെ തമിഴ്നാട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും അതൊന്നെങ്കിൽ ട്രെയിനിലായിരിക്കും. അപ്പോൾ ഒരു പ്രതീക്ഷയില്ലാതെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ നമ്മൾ 2 വീലർ എടുത്തിട്ട് ഇറങ്ങി നേരെ തെന്മലയിൽ പോകാമെന്ന് വിചാരിച്ചു. ആക്സിഡൻ്റലി ചുമ്മാ ഓടിച്ചോടിച്ച് അവസാനം എത്തിയത് തമിഴ്നാട്ടിൽ. അതുകൊണ്ടായിരിക്കും എന്തോ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീല്. നമ്മൾ വണ്ടി ഓടിച്ച് തമിഴ്നാട്ടിലെത്തിയെന്ന് വീട്ടിൽ വിളിച്ച് പറയുവാണ് പുള്ളി. ഒരു പ്ലാനും ഇല്ലാതെ ഇറങ്ങിയത് കൊണ്ട് ഡ്രസ്സാവട്ടെ ഒന്നും തന്നെ എടുത്തില്ല. അടുത്തൊരു കട കണ്ടു, അവിടുന്ന് അത്യാവശ്യം ഇടാനുള്ള ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ കാണാൻ സാധിക്കാത്ത കാഴ്ചകൾ കണ്ടുകൊണ്ട് എന്തോ ഒരു മനസ്സിലൊരു സന്തോഷം. ഇപ്പം ഇങ്ങനത്തെയൊക്കെ കാഴ്ചകൾ കേരളത്തിലെ വളരെ എന്താ പറയുക അപൂർവമാണ്. ഇവിടെ മൊത്തം ട്രാഫിക്കാണ്. നമ്മൾ വണ്ടി ഇവിടെ നിർത്തി വെച്ചേക്കുക. കാരണം വണ്ടികളൊന്നും പോകുന്നില്ല, ഫുള്ള് ജാമായിട്ടിരിക്കുക. അത് കണ്ടോ, തെങ്കാശി വിശ്വനാഥർ ടെമ്പിളിൻ്റെ ഗോപുരമാണ് ആ ദൂരേന്ന് കാണുന്നത്. ഈ ഒരു കൊല്ലം ബസ് വരുന്നുണ്ട്. അങ്ങനെ 1 ഡേ ട്രിപ്പിന് ഇറങ്ങിയ ഞങ്ങൾ റൂം തപ്പിക്കൊണ്ടിരിക്കുവാണ്. ഡ്രസ്സ് വാങ്ങി ഇനിയൊരു റൂം വേണം. നമുക്ക് വളരെ ചീപ്പ് റേറ്റിലൊരു റൂം കിട്ടിയിട്ടുണ്ട്. ഞാൻ കരുതി എന്നൊരു റൂം ടൂർ ആയിക്കോട്ടെ എന്ന്. നിങ്ങൾക്ക് കാണാം, ഞങ്ങളൊന്നും എടുത്തിട്ടില്ല. ആകെ ആ ഒരു കവറിനകത്തുള്ള ഡ്രസ്സ് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കയ്യിൽ. തമിഴ് ന്യൂസൊക്കെയാണ്. 2
എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. കാരണം അറിയാമല്ലോ, ഉച്ചക്കലത്തെ ഫുഡിൻ്റെ കാര്യം ഫ്ലോപ്പായിരുന്നു. ഞാനൊരു പൊടി ദോശയും വാങ്ങി, പുള്ളി ഒരു മസാല ദോശയും വാങ്ങി. ഞങ്ങളപ്പോൾ ഇത് നമ്മുടെ റൂമിൻ്റെ താഴെ തന്നെ ഉള്ളൊരു ഹോട്ടലാണ്. അപ്പോൾ അവിടെ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മളൊരു ചാർജറൊക്കെ വാങ്ങി. അപ്പോൾ ഇനി ഫോണൊക്കെ ഒന്ന് കുത്തിയിടണം. ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മൾ ഉറങ്ങാൻ പോവാണ്. ഈ കാറ്റൊക്കെ കണ്ടോ? ഇതാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. ഗുഡ് മോർണിംഗ്. നേരം വെളുത്തു. പുള്ളി ഇപ്പോഴും ഉറക്കമാണ്. ഞാൻ നല്ല കാറ്റിൻ്റെ ശബ്ദം കേട്ടിട്ട് വിൻഡോ ഒക്കെ ഒന്ന് തുറന്നു നോക്കുവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്കകത്ത് ക്ലിയർ ആണോ എന്നറിയത്തില്ല. അത് വേപ്പ് മരമാണ്. അതിൻ്റെ ആ ഒരു ചില്ലയൊക്കെ കിടന്ന് ആടുന്നുണ്ടോ. നല്ല കാറ്റാണ്, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. വല്ലാത്തൊരു ഫീലാണത്. രാത്രി ഉറങ്ങാൻ കിടന്നപ്പോഴൊക്കെ ഈ ഒരു കാറ്റ് നമുക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റും. ഫുൾ ക്ലോസ് ആണെങ്കിലും, റൂം ഫുൾ ക്ലോസ് ആണെങ്കിലും നമ്മുടെ പുറത്ത് നല്ലൊരു കാറ്റാണ്. മഴയില്ല, കാറ്റാണ്. അവിടെ ഇരിപ്പുണ്ട് നമ്മുടെ വണ്ടി, കണ്ടോ? അപ്പം നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും പുള്ളി ഉണർത്തിയിട്ട് നമുക്ക് നല്ല തമിഴ്നാട് സ്പെഷ്യൽ എന്തെങ്കിലും കഴിക്കാം. നല്ല ചൂടിടിയും ചട്നിയും സാമ്പാറും ഒക്കെ കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് കുളിച്ചു. ഇനി അമ്പലത്തിൽ പോകാൻ പോവാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ദൂരേന്നൊരു ഗോപുരം? അതെ, കാശി വിശ്വനാഥർ കോവിൽ കാണാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. ഇന്നലെ ചാർജർ വാങ്ങാനായിട്ടൊരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ മൈജി പോലത്തെ ഒരു ഷോപ്പിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കയറിയപ്പോൾ രണ്ട് സൈഡിൽ നിന്നും അവിടുത്തെ മുഴുവൻ സ്റ്റാഫ് ഇങ്ങനെ നിന്നിട്ട് ഈ രാജാക്കന്മാരെയൊക്കെ വരവേൽക്കുന്ന പോലെ രണ്ട് സൈഡിൽ നിന്നും സ്റ്റാഫുകൾ നമ്മളെ വണങ്ങിയിട്ട് അകത്തോട്ട് ക്ഷണിക്കുന്നു. നമ്മൾ സത്യത്തിൽ ഞെട്ടിപ്പോയി. ഇതെന്താ എല്ലാവരും ഇങ്ങനെ തൊഴുന്നതെന്ന് വിചാരിച്ചു. ഇവിടെ എനിക്ക് പൊതുവേ തോന്നിയിട്ടുണ്ട് ഈ തമിഴ്നാട്ടിലുള്ള ആൾക്കാർക്ക് നല്ല റെസ്പെക്റ്റും സ്നേഹവും ഒക്കെയാണ് മറ്റുള്ളവരോട്. ഇനി എനിക്കറിയത്തില്ല, എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ്. ഇനി അതിൽ തിരിച്ചാണോ എന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല. പിന്നെ എല്ലായിടത്തും എന്താ പറയുക, നല്ലതും ചീത്തയുമായിട്ടുള്ള അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. ഞാൻ ഈ കൂട്ടത്തിൽ പറഞ്ഞാണ് അവരുടെ ആ ഒരു നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതി. ദൂരെ നിന്ന് തന്നെ നമുക്ക് ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഗോപുരം കാണാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ കാശി വിശ്വനാഥർ ടെമ്പിളിലെത്തി. ഇതാണ് തെക്കിൻ്റെ കാശി. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് തെങ്കാശി എന്നുള്ള പേര് വന്നത്. നമ്മൾ ഗോപുരത്തിലൂടെ ക്ഷേത്രത്തിനകത്തേക്ക് കയറുവാണ്. ഈ ഗോപുരത്തിനുള്ളിൽ തന്നെ വീശുന്ന കാറ്റ് ആ ചേട്ടൻ്റെയൊക്കെ ഡ്രസ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ കാറ്റിൻ്റെ തീവ്രത. ഈ മരത്തിലോട്ടൊന്ന് നോക്കിയേ, ആ കാറ്റിൻ്റെ തീവ്രത മനസ്സിലാക്കാൻ പറ്റും. ഇത് അമ്പലത്തിൽ മാത്രമല്ല, തെങ്കാശി മുഴുവൻ ഈ ഒരു കാറ്റാണ്. നിങ്ങൾക്ക് എത്രത്തോളം ഞാനിത് വാക്കിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഇത് നിങ്ങൾ സ്വയമേ അനുഭവിച്ച് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ കാറ്റ്. മാത്രമല്ല ഈ അമ്പലത്തിലെ ഒരു അന്തരീക്ഷമായിക്കോട്ടെ, എല്ലാം നമ്മുടെ മനസ്സിനൊരു
വേറെ തന്നെ ഒരു ഫീല് തരുന്ന ഒരു കാര്യമാണ്. ഈ ക്ഷേത്രത്തെ പറ്റിയിട്ടുള്ള കുറച്ച് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. അതായത് ഈ ഒരു ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് 13-ാം നൂറ്റാണ്ടിലാണ്. അന്നത്തെ പാണ്ഡ്യ ഭരണാധികാരിയായ പരാക്രമ പാണ്ഡ്യനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവൻ തന്നെയാണ്. കൂടാതെ പാർവതീദേവിയുണ്ട്. ഉലകമ്മൻ എന്നാണ് പാർവതീദേവിയെ വിളിക്കുന്നത്. അതുപോലെ വിശ്വനാഥർ എന്നാണ് നമ്മുടെ ശിവനെയും വിളിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു അമ്പലം പണി കഴിപ്പിച്ചത് അന്നത്തെ പാണ്ഡ്യരാജാവായിട്ടുള്ള പരാക്രമ പാണ്ഡ്യനാണ്. അദ്ദേഹം ഒരു ശിവഭക്തനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു നമ്മുടെ നോർത്ത് ഇന്ത്യയിലുള്ള, അതായത് വാരണാസിയിലുള്ള വിശ്വനാഥ ടെമ്പിൾ പോലൊരു ടെമ്പിൾ നമ്മുടെ സൗത്ത് ഇന്ത്യയിലും പണിയുക എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം പണി കഴിപ്പിച്ചതാണ് ഈ ഒരു അമ്പലം. അപ്പോൾ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള ശിവലിംഗം അദ്ദേഹം നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ വാരണാസിയിലെ വിശ്വനാഥ ടെമ്പിളിൽ പൂജിച്ചു കൊണ്ടുവന്നതാണെന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു അമ്പലത്തിനെ പറ്റിയിട്ട് നമുക്ക് ഒരുപാട് കഥകൾ കേൾക്കാൻ പറ്റും. അങ്ങനെ ഉള്ളൊരു കഥ ഞാൻ പറഞ്ഞു തരാം. അതായത് പണ്ട് പരാക്രമ പാണ്ഡ്യൻ്റെ സ്വപ്നത്തിൽ ശിവഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹം പറഞ്ഞ രീതിയിൽ ആണ് ഈ ഒരു അമ്പലം പണി കഴിപ്പിച്ചതെന്നുമാണ് നമുക്കൊരു കഥ കേൾക്കാൻ പറ്റുന്നത്. അന്ന് ശിവഭഗവാൻ തന്നെ പരാക്രമ പാണ്ഡ്യനോട് പറഞ്ഞത്രേ, ഇത് നാളെ പിൽക്കാലത്ത് തെങ്കാശി എന്നറിയപ്പെടും, അതായത് തെക്കിൻ്റെ കാശി എന്നറിയപ്പെടും. അതുകൊണ്ട് തന്നെ നോർത്ത് ഇന്ത്യൻസിന് എങ്ങനെയാണോ വാരണാസിയിലെ കാശി വിശ്വനാഥർ ടെമ്പിൾ, അതുപോലാണ് സൗത്ത് ഇന്ത്യൻസായ നമുക്കും തെങ്കാശിയിലെ വിശ്വനാഥർ ടെമ്പിൾ. ശിവൻ്റെ പ്രതിഷ്ഠ കൂടാതെ പാർവതീദേവി, ഗണപതി, സുബ്രഹ്മണ്യസ്വാമി, ഇങ്ങനെ പല പല പ്രതിഷ്ഠകളും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മനുഷ്യർക്ക് മാത്രമല്ല മറ്റ് ജീവജാലങ്ങൾക്കും ഈ അമ്പലം സ്വന്തം വീട് പോലെയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ അറ്റ്മോസ്ഫിയർ, അതായത് കൽപ്രതിമകളാകട്ടെ, ഈ ഗോപുരമാകട്ടെ, ഇതിലെ കൂടെ വീശുന്ന കാറ്റായിക്കോട്ടെ, ഇവിടുത്തെ ദൈവിക ചൈതന്യം ആയിക്കോട്ടെ, എല്ലാം അത്രയധികം നമ്മുടെ മനസ്സിന് ശാന്തി നൽകുന്നതാണ്. നമ്മളിതാ തൊഴുതെല്ലാം ഇറങ്ങി ഇവിടെ ആ ഗോപുരത്തിൻ്റെ അകത്തിരിക്കുവാണ്. എന്ത് കാറ്റാണെന്നറിയാമോ? സത്യം പറഞ്ഞാൽ ദൈവമാണെന്ന് തോന്നുന്നു ഞങ്ങളിവിടെ തന്നെ എത്തിച്ചത്. കാരണം ഞങ്ങൾ മൺറോതുരുത്തി പോകാൻ ഇറങ്ങിയവരാണ്. ഞങ്ങൾ തെന്മലയാക്കി പ്ലാൻ, പിന്നീട് അത് തെങ്കാശിയായി. നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ അറ്റ്മോസ്ഫിയറിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണത്. അതിൽ കാറ്റിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാമല്ലോ. ക്യാമറ, അതായത് ഫോൺ തന്നെ പറന്നു പോകുന്ന രീതിയിലുള്ള കാറ്റാണത്. അതിനു വേണ്ടിയിട്ടാണ് ആ വിഷ്വലെ ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ എത്ര തീവ്രമായിട്ടുള്ള കാറ്റായിരുന്നു വീശുന്നതെന്നുള്ളത്. ഇവരുടെയൊക്കെ ഡ്രസ്സ് തന്നെ കണ്ടു, ആ ചേട്ടൻ്റെയൊക്കെ മുണ്ട് തന്നെ കണ്ടു. നമ്മളിവിടുന്ന് പ്രസാദമായിട്ട് വാങ്ങിയത് പഞ്ചാമൃതവും പേടയും ലഡുവുമാണ്. ലൈഫിലെ നല്ല കുറച്ച് ക്വാളിറ്റി ടൈം ഞങ്ങളിവിടെ അമ്പലത്തിൽ സ്പെൻഡ് ചെയ്തു. സത്യം പറഞ്ഞാൽ മനസ്സും നിറഞ്ഞു, വയറും നിറഞ്ഞു. വയറ് നിറഞ്ഞു എന്ന് പറയാൻ കാരണം ഞങ്ങളവിടെ നിന്ന് പേട തിന്നുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് പോകാനേ തോന്നുന്നില്ല. ഹൃദയത്തിൻ്റെ ഏതോ ഒരു ഭാഗം
ഇവിടെ കളഞ്ഞിട്ട് പോകുന്ന പോലൊരു ഫീലാണ് ഇപ്പോൾ മനസ്സിൽ. ദൂരെ നിന്ന് അമ്പലത്തിൽ ഒന്നുകൂടെ കാണുവാണ്. അങ്ങനെ ഞങ്ങൾ മനസ്സില്ലാ മനസ്സോടുകൂടി തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. എന്തോ അറിയില്ല, മനസ്സിൻ്റെ ഏതോ ഒരു ഭാഗം ഇപ്പോഴും അമ്പലത്തിൽ തന്നെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാണ്. നമ്മളൊരു സ്നാക്സ് കഴിക്കാനായിട്ട് അടുത്തുള്ളൊരു ബേക്കറിയിൽ കയറിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ജസ്റ്റ് റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയായിരുന്നേ. അത് കഴിഞ്ഞ് ഉച്ചയൂണ് കഴിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഉച്ചയൂണെന്നൊന്നും പറയാൻ പറ്റത്തില്ല, കുറച്ച് ലേറ്റാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലുദ്ദേശിച്ച കാര്യങ്ങളൊന്നും ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നല്ലൊരു നോൺ വെജ് മീൽ കിട്ടുന്ന റെസ്റ്റോറൻറ്റ് തപ്പി ഇറങ്ങിയിരിക്കുവാണ്. എനിക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇവിടെ ഉള്ള ഒരു ബൈക്ക് യാത്രികരുടെയും തലയിൽ ഹെൽമെറ്റ് ഇല്ല. നമ്മൾ കേരള ബോർഡർ കഴിഞ്ഞ് തമിഴ്നാട്ടിലോട്ട് കയറിയപ്പോൾ നമ്മൾ രണ്ടിൻ്റെയും തലയിൽ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റൊക്കെ വരുന്ന ആൾക്കാർ ഞങ്ങളെ എന്തോ ചന്ദ്രനിൽ നിന്ന് വന്ന ജീവികളെ പോലാണ് നോക്കുന്നത്. കാരണം ഞങ്ങൾ രണ്ടിൻ്റെയും തലയിൽ ഹെൽമെറ്റ് ഉണ്ട്, അവരുടെ എങ്ങും ഒരാളുടെ പോലും തലയിൽ ഹെൽമെറ്റ് ഇല്ല. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം നല്ല വൃത്തിയൊക്കെയുള്ള ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. സത്യത്തിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഫുഡിനോട് താല്പര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആഗ്രഹിച്ചത് ഇച്ചിരി ഊണൊക്കെ കഴിക്കാമെന്നാണ് ഉച്ച സമയം ആയതുകൊണ്ട്. പക്ഷേ അത് കിട്ടിയില്ല, സമയം കഴിഞ്ഞുപോയി. പിന്നെ ഉള്ളത് നൂഡിൽസൊക്കെയാണ്. പിന്നെ തമ്മിൽ ഭേദം ഇതായതുകൊണ്ട് ഇത് വാങ്ങി. പിന്നെ സമാധാനിച്ചു, ഇത് നമ്മുടെ കേരളീയരുടെ ദേശീയ ഭക്ഷണമാണല്ലോ പൊറോട്ട, അതുകൊണ്ടങ്ങ് സമാധാനിച്ച് കഴിച്ചു. അപ്പോൾ ഫുഡൊക്കെ വേഗം കഴിച്ചു. ഇനി സമയമില്ല, തിരിച്ച് നമുക്ക് നാട്ടിലെത്തണം. അതുകൊണ്ട് വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് റൂമിൽ ഇന്നലെ ഇട്ടിരുന്ന ഡ്രസ്സൊക്കെ അവിടെയാണ് ഇരിക്കുന്നത്, അതെടുത്തുകൊണ്ട് നമ്മൾ തിരിച്ചു പോകാൻ പോവാണ്. അങ്ങനെ നമ്മളത് തെങ്കാശിയോട് ടാറ്റയൊക്കെ പറഞ്ഞ് തിരിച്ചു പോവാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനസ്സുമില്ല തിരിച്ചു പോകാനായിട്ട്. എന്നാലും പോയല്ലേ പറ്റൂ. ഞാനിങ്ങനെ പുള്ളിയോട് പറയുമായിരുന്നു, കുറച്ച് കാശൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ കുറച്ച് വസ്തുവൊക്കെ വാങ്ങി ഒരു വീട് വെച്ചിടണം, എന്നിട്ട് വല്ലപ്പോഴും ഒക്കെ ഇവിടെ വന്ന് താമസിക്കണം. ആ പേരും പറഞ്ഞ് നമുക്കിവിടെ വന്ന് നിൽക്കാമല്ലോ. നമ്മൾ വാഗമണ്ണ്, പരുന്തുംപാറ അങ്ങനെ കുറേ ടൂറിസ്റ്റ് പ്ലേസുകളിൽ 2 വീലറിൽ പോയിട്ടുണ്ട്. പിന്നെ ഈ വലിയ ട്രാവൽ വ്ലോഗ്സൊക്കെ ചെയ്യുന്നവർ 2 വീലറിൽ ബുള്ളറ്റിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ വിചാരിക്കും, ഇത്രയും ദൂരം അവരെങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഓടിച്ചു പോകുന്നു, മടുക്കത്തില്ലേന്ന്. അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ വൺസ് നമ്മൾ ഇത്രയും ഇച്ചിരി ഒരു ദൂരമൊക്കെ പോയി കഴിയുമ്പോൾ ഒരു ത്രില്ല് തോന്നും. എന്താ പറയുക, അത് വേറെ തന്നെ ഒരു വൈബാണ്. കാറിലായിക്കോട്ടെ ട്രെയിനിലായിക്കോട്ടെ ഈ ഒരു സംഭവം നമുക്ക് കിട്ടത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി നിന്ന് പുറത്തു നിന്ന് ഫോട്ടോ എടുക്കാം. അങ്ങനെ നമുക്കൊരു ഇതൊക്കെ നമുക്ക് നേരെ തന്നെ കണ്ടനുഭവിച്ച് ഗ്ലാസ്സോ അതിൻ്റെ ഒന്നിൻ്റെ മറയില്ലാതെ നമുക്ക് കണ്ട് ആസ്വദിച്ചങ്ങ് പോകാം. ഈ റോഡിലൊക്കെ പൂ കിടക്കുന്നുണ്ടോ? ആക്ച്വലി ഇത് ഒരു ഡെഡ് ബോഡി കൊണ്ടുപോകുന്ന ചടങ്ങാണ്. അതായത് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ആൾക്കാർ മരിക്കുമ്പോൾ ഡാൻസൊക്കെ കളിച്ച് കൊട്ടിയിട്ടൊക്കെ അവരുടെ ഡെഡ് ബോഡി കൊണ്ടുപോകുന്നത്. അതുപോലെ ഒരു സംഭവം ഇവിടെ നടക്കുവാണ്. ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ക്യാമറ ഓണാക്കിയപ്പോൾ പുള്ളി പറയുക, ചിലപ്പോൾ അവർ വഴക്ക് പറഞ്ഞാലോ നീ മാറ്റുന്നത്. അതുകൊണ്ടാണ് പുള്ളിയുടെ പുറം തന്നെ കാണുന്നത്. അവിടെ എത്തുമ്പോൾ ഞാനൊന്ന് ചെറുതായിട്ട് കാണിക്കും. എനിക്കൊരു പേടി, നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഇതിന് മുന്നേ. തിരിച്ചു പോകുന്നതിൻ്റെ ആ ഒരു സങ്കടവും, അതുപോലെ ഇപ്പോൾ ആ ഡെഡ് ബോഡി കൊണ്ടുവന്ന കാഴ്ചയും, അതുപോലെ അമ്പലത്തിൻ്റെ ഓർമ്മയും എല്ലാം കൂടെ മനസ്സിലൊരു വല്ലാത്തൊരു സങ്കടം. എന്താ ഫീൽ എങ്ങനെയാണ് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല.
ഇതാ അങ്ങ് ദൂരെ കുറേ കാറ്റാടി മരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇത് ചിലർക്കൊക്കെ അവർ യൂഷ്വലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും, ഇങ്ങനെ ടൂ വീലറിൽ പോകുന്നതും ഇങ്ങനത്തെ സംഭവങ്ങളും ഒക്കെ കാണുന്നത്. പക്ഷെ നമ്മൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തമിഴ്നാട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ടൂ വീലറിൽ പോയിട്ടില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മൾ തെങ്കാശിയിൽ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ അതൊക്കെ കൂടെ നമുക്കൊരു വല്ലാത്തൊരു ഫീലായിരുന്നു. അമ്പലമായിക്കോട്ടെ, കൂടാതെ ഇപ്പോൾ ദാ ഈ ഡെഡ് ബോഡി കൊണ്ടുവരുന്ന ആ സീനായിക്കോട്ടെ, എല്ലാം ഞങ്ങൾക്ക് ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളിത് ഇവിടെ നല്ലൊരു കാഴ്ച കണ്ടങ്ങനെ ഇറങ്ങി നിൽക്കുവാണ്. മൊത്തത്തിൽ ആ കാഴ്ച എൻ്റെ കണ്ണിൽ രജിസ്റ്റർ ചെയ്യുവാണ് ഞാൻ. ഇപ്പം നമ്മൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും എന്താ പറയുക, ഈ ഒരു യാത്രയിൽ ഞാൻ വീണ്ടും ജീവിക്കുന്ന പോലെ തോന്നും. ആ സ്ഥലങ്ങളിലൂടെ തന്നെ വീണ്ടും പോകുന്ന പോലെയൊക്കെ തന്നെ തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ കേരളത്തിലേക്ക് കടക്കുകയാണ്. ഇത് കണ്ടോ, ഇത് നമ്മുടെ പാലരുവി റിവറിൻ്റെ ഒരു ഭാഗമാണ്. ഞങ്ങൾ അങ്ങോട്ട് പോയ വഴിയിലായിരുന്നു പാലരുവി വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ. നമ്മളൊരു ചായക്കടയിലെത്തി പഴംപൊരിയും ചായയും കഴിച്ചു. ഇരുട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അതാ നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കി തിരിച്ചു പോയിക്കൊണ്ടിരിക്കുവാണ്. നല്ലതായിട്ട് ക്ഷീണം തോന്നി ഇത്രയും ട്രാവൽ ചെയ്തപ്പോൾ. അപ്പോൾ ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഇറങ്ങി മുഖമൊക്കെ ഒന്ന് കഴുകി എന്നിട്ട് ഫ്രഷായിട്ട് ഇതാ വീണ്ടും തിരിച്ചു പോവാണ്. അപ്പം നമ്മുടെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ പ്രതീക്ഷിക്കാതെ ചുമ്മാ ഒന്ന് കറങ്ങാൻ ഇറങ്ങി, പറഞ്ഞ പോലെ ചായ കുടിക്കാൻ ഇറങ്ങി അവസാനം തമിഴ്നാട്ടിലെത്തിയ ഒരു വ്ലോഗാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.